നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ മാളവികയാണെങ്കിൽ നയന വരച്ചു കൊടുത്ത ഡിസൈനൊക്കെ കൊണ്ട് എൻ ജ്വല്ലറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നയനയാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇന്ന് മിക്കവാറും മാളവികയാണെങ്കിൽ സെലക്ട് ആവാൻ കൂടുതൽ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് നമ്മൾ നയനയ്ക്കൊരു ചെറിയൊരു ടെൻഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ നയനയാണെങ്കിൽ പറയുന്നുണ്ട് ആദർശേട്ട ഇനി മാളവിക അവിടെ സെലക്ട് ആയതിനു ശേഷം എൻ ജ്വല്ലറി കണക്കൊരു വലിയ ജ്വല്ലറിയിൽ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ മാളവിക നമ്മളെ ചീറ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ആദർശ് പറയുന്നുണ്ട് എന്തായാലും നീ നാളെ നോക്കിക്കോ, നാളെ അവിടെ നടക്കാൻ പോകുന്നത് ആണെങ്കിൽ നീ വരച്ചു കൊടുത്ത ആ ഡിസൈൻ ആണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും മാളവിക നാളെ അവരവിടെ സെലക്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നിൻ്റെ ചേച്ചി അവർ മോഡലിംഗ് ആക്കിയിട്ടാണെങ്കിൽ അത് നിൻ്റെ ചേച്ചിക്ക് പബ്ലിസിറ്റി കൊടുത്ത അതേ കണക്ക് തന്നെ മാളവികയ്ക്കും അവരവിടെ ഒരു മോഡലായിട്ട് മാളവികയ്ക്കും അവരവിടെ പബ്ലിസിറ്റി കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പറയുന്നുണ്ട് പിന്നെ കളക്ഷന് ഏറ്റവും വലിയ വെല്ലുവിളി മാളവിക കളക്ഷൻ ആയിരിക്കും എന്നൊക്കെ നമ്മൾ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ മാളവികയാണെങ്കിൽ നയനെ വരച്ചു കൊടുത്ത ഡിസൈനൊക്കെ കൊണ്ടാണെങ്കിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ ഡേവിഡ് സാറിനെയൊക്കെ പോയി കണ്ടിട്ടാണെങ്കിൽ അവർക്കാണെങ്കിൽ നമ്മൾ മാളവിക കൊണ്ടുവന്ന ഡിസൈനൊന്നും അത്ര ഒരു ഇഷ്ടപ്പെടാത്ത കണക്കൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ മാളവിക പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെടാത്തതിൽ എനിക്ക് ഭയങ്കര നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ തലച്ചോറ് അത്രയ്ക്കും വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ ഡിസൈൻ വരച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ അവന്തികയാണെങ്കിൽ നാഗേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട് അച്ഛാ ഈ ഡിസൈൻ വരച്ച ആ ഒരാൾ ഇതിലുണ്ടെങ്കിൽ നമ്മളെ ജ്വല്ലറിയിലാണെങ്കിൽ തള്ളി കയറ്റുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ മാളവികയാണെങ്കിൽ ഓഫീസിൽ ജോയിൻ ചെയ്യാനൊക്കെ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.